സുവർണ ക്ഷേത്രത്തിന്റെ നഗരത്തിലേക്കാണ് വിനീത വി ജി ഉണ്ട് അമൃത്സറിൽ നിന്ന്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വിനീത അവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തന്നപ്പോൾ സാധാരണ ഒരു പുലരിയിലേക്ക് ഒരല്പം ആശ്വാസത്തോടെയും സമാധാനത്തോടെയുമുള്ള പുഞ്ചിരിയോടുകൂടി കുറച്ച് ആത്മവിശ്വാസത്തോടെ നടക്കുന്ന മനുഷ്യരെ നമ്മൾ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ഇത് രണ്ടാം ദിവസമാണ് ഒരു സമാധാനം ഉണ്ടാകുമെന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് വന്നിട്ട്. അമൃത്സറിലെ ഇന്നത്തെ പുലരി എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. നമുക്കിതാ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അമൃത്സറിൽ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകൾ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. രാവിലെ തന്നെ ഇങ്ങനെ മുഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെയോടുകൂടി റിക്ഷാവാലകൾ എല്ലാ മേഖലകളിലും, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട അമൃത്സറിലെ ഒരു മേഖലയാണ്. ആ സമീപം കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അവരെയൊക്കെ കാത്തു കിടക്കുന്ന റിക്ഷാവാലകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഓരോ ആളുകൾക്കും ഈ കഴിഞ്ഞ 4-5 ദിവസമായി ഇവിടെയൊക്കെ പൂർണ്ണമായും നിയന്ത്രണമായിരുന്നു. ഈ ബസ്സുകൾ എത്തിയിരുന്നുണ്ടായിരുന്നില്ല, ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അമൃത്സറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂറിസം സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കാത്തു കിടക്കുന്ന ഈ റിക്ഷാവാലകൾ ഈ മേഖലകളിൽ ഇനിയിപ്പോൾ ഒരു അല്പസമയം കൂടി കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ ഈ മേഖലകളിലേക്ക് എത്തുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ബസ്സുകൾ എത്താത്തത് കൊണ്ട് തന്നെ ആളുകൾ എത്തുന്നില്ല. അതൊക്കെ ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മാറിയ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. രാത്രിയൊക്കെ ഇവിടെയുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകൾ അത് തുറന്നിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ വാങ്ങാൻ, പച്ചക്കറികൾ വാങ്ങാനും ഷോപ്പിംഗ് നടത്താനും ഒക്കെയായി ആളുകൾ രാത്രി ഏറെ വൈകിയും ഈ നിരത്തുകളിലേക്കൊക്കെ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇന്നലെ രാത്രി 2 ഇടങ്ങളിൽ ഫാസിൽക്കയിലും അതോടൊപ്പം തന്നെ ഗുരുദാസ്പൂരിലും വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു. അതൊരു ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായിട്ടെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശം. പക്ഷേ അതിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു മുൻകരുതൽ എന്ന രീതിയിലായിരുന്നു അത്തരം നടപടികൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് മേഖലകളിൽ, ചില മേഖലകളിൽ ഇപ്പോഴും നിയന്ത്രണം തുടരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉടനെ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിമാനത്താവളങ്ങളിലേക്കടക്കം ഇപ്പോഴും നിയന്ത്രണം തുടരുകയാണ്. അത് അധികം വൈകാതെ തന്നെ അത്തരം നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറ്റുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ നഗരം കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പൂർണ്ണമായും ഒരു പഴയ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ വന്ന സമയത്തൊക്കെ, നമ്മൾ ഈ പഞ്ചാബിലേക്ക് വന്ന സമയത്തൊക്കെ ഈ മേഖലകളിലൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ മേഖലകളിലും പോലീസിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആളുകൾ ഇതാ പൂർണ്ണമായും അവരുടെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർ ഇറങ്ങി നടക്കുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യമോ ഇനിയിപ്പോൾ നിലവിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളാണുള്ളത്. അതിൽ ഈ ഫിറോസ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ, ഗുരുദാസ്പൂർ, അമൃത്സർ, പത്താൻകോട്ട് അടക്കമുള്ള എല്ലാ മേഖലകളിലും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നൊരു മേഖല, നമുക്ക് ഈ തരൺ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ആ പഞ്ചാബിലെ ഒരു ജില്ല. ആ ജില്ലയിൽ നിന്നൊക്കെ അതിർത്തി മേഖല പങ്കിടുന്ന ജില്ലയാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ പേടിച്ചിട്ട് അവിടെ മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരികെ അവരുടെ നാടുകളിലേക്ക്, അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലേക്കൊക്കെ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് 2 കാര്യങ്ങൾ പറയാനുള്ളത്. അവർക്ക് ഒരു ഉപദേശം നൽകിയിരിക്കുകയാണ്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നിങ്ങൾ പടക്കങ്ങൾ പൊട്ടിക്കരുത്. ഇവിടെയൊക്കെ ഈ ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ ഡ്രോണുകളൊന്നും പറത്തരുത് എന്ന് അതിർത്തി മേഖലകളിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നഗരമേഖലകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പ്രതീക്ഷയുടെ നാളുകൾ, പ്രതീക്ഷയുടെ പുലരി. അവർ രാവിലെ ഇങ്ങനെ ആ പ്രതീക്ഷയോടെ അവർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്റ്റീന.